എന്തുട്ട് പരിപാടി. അങ്ങനെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ മടക്കി സെറ്റാക്കി വെച്ചു കൂട്ടാ. ഇന്നലെ അവിടെ കിടന്നേ. അങ്ങനെ കോളേജ് ജീവിതം അവസാനിച്ചു, പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പോവാണ്. അങ്ങനെ ഇവിടുന്ന് നേരെ ഒരു 30 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയോധ്യക്ക്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് മുന്നായിട്ട് അയോധ്യ എത്താൻ പറ്റുമെന്ന് നോക്കി നോക്കാം. വേഗം റോഡ് നല്ല റോഡാണ്, നേരെ പിടയ്ക്കാണ്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 9 മണി നമ്മൾ ചൂടാവാനുള്ള സാധ്യത ഉണ്ട്. പുഴുക്കം വരുന്നുണ്ട് ഇപ്പം തന്നെ. നമ്മൾ ഇത്ര 6 മിനിറ്റാണാവോ, കറക്റ്റ് 6:39. അപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് തെറിക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെ ആകെ കുരങ്ങന്മാരാകണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഇതിന് മുകളിലൊക്കെ കുരങ്ങന്മാരാ. രാവിലെ ഭാഗമൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുരങ്ങന്മാരോട് തല്ലൂടുക. അങ്ങനെ പല്ലേക്കാനൊക്കെ പോകുമ്പോൾ പ്രശ്നമാണ്. ബേഗ് അവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ നല്ല സാധനം ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് മടക്കിയിട്ട് അവസാനം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നോക്കി നിൽക്കണം. അല്ലെങ്കിൽ അതൊക്കെ കൂടി എടുത്തോണ്ട് വരികയാണ്. ഒരെണ്ണം അഞ്ചോ കുഴപ്പമില്ലേ, ഒരെണ്ണം എടുത്തോണ്ടോളൂ. ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ വരികയാണ്. ഭയങ്കര പ്രശ്നം, പോയി കഴിഞ്ഞൊക്കെ പോകും. അങ്ങനെ അപ്പോൾ ശരി, എന്തായാലും പോകാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ അയോധ്യ എത്താറായി. അയോധ്യക്ക് ഇനി എത്ര 10-12 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ രാം മന്ദിറിൻ്റെ അവിടേക്ക് 5-6 കിലോമീറ്ററിലാണ് ഒരു ഓട്ടോറിക്ഷ ഇത് പറഞ്ഞത്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല, പോയി നോക്കി നോക്കാം. എന്തായാലും സമയം ഏകദേശം 9 മണി ആവണു. 9 മണി ആയിട്ടില്ല കേട്ടോ, എത്രയായിട്ടുള്ളോ 9 മണി. അങ്ങനെയാണ് പരിപാടികൾ. നേരത്തെ എത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ വേഗം കണ്ടിട്ട് പിന്നെ എവിടെയെങ്കിലും സ്റ്റേ പിടിക്കാൻ പറ്റുക അടുത്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ പിടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അതാവും കുറച്ച് നല്ലത്. സാധനങ്ങളൊക്കെ വെക്കേണ്ട കാരണമാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഈ അമ്പലത്തിൻ്റെ പണി, രാം മന്ദിറിൻ്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടത് പേയ്മെൻറ്റ് കൊടുത്തിട്ടൊക്കെ കയറാന്ന് പറയുന്നത് അമ്പലത്തേക്ക്. അങ്ങനെ ഞാൻ കയറുന്നില്ല കേട്ടോ, പേയ്മെൻറ്റ് കൊടുത്തിട്ട് അമ്പലത്തിൽ കയറേണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അമ്പലം എന്നുള്ള വൈബ് വെച്ചിട്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് തോന്നിയില്ല എന്ന്, അങ്ങനത്തെ ഒരു ടൈപ്പാന്ന്. പുതിയൊരു മോഡലിലേക്കെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം നമ്മൾ കൂടുതൽ അങ്ങോട്ട് വിചാരിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ആ പൊളിച്ചിട്ടുള്ള പള്ളിയിലെ അവശിഷ്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുക എടുക്കാം. പിന്നെ സ്ഥിരം പരിപാടി തന്നെ, കാണാണ്ട് എടുക്കണ പരിപാടിയില്ല. ഇവിടെ എത്ര സീനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം ഇപ്പോൾ വീഡിയോ എടുക്കണത് പ്രശ്നമാകുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നോക്കി നോക്കാം. എന്തായാലും ഇപ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ വരുമ്പോഴേക്കും ഒരാളൊരു മാങ്ങ വന്നിട്ട് നടന്നു. മാങ്ങയ്ക്ക് ക്ഷാമില്ലാട്ടോ, ഡെയിലി ഒരു മാങ്ങയിലും കഴിയില്ല. ഇതേപോലത്തെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, കുറേ എണ്ണം അങ്ങനെ കാണുന്നു. അയോധ്യ എന്നുള്ളത് കണ്ടില്ലേ. എന്നിട്ടാണ് ശ്രീരാം ജന്മഭൂമി മന്ദിർ രാം കി പേടി നയ എന്തൊക്കെയോ രാമന്റെ ജന്മഭൂമിയാണെന്ന്. എന്തൊക്കെയോ ചൂടുള്ള സാധനങ്ങളുണ്ട്. വിശക്കുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ നല്ലത്. നമ്മളതിൽ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡ് സീനാ. നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല. ഒരു നിന്നുണ്ട് ഇപ്പോൾ. ശരി, അപ്പോൾ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ അയോധ്യയുടെ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തിണ്ട്, കണ്ടില്ലേ. നല്ല വലിയ നല്ല ഭംഗിൻ്റെ ഇടുകയാണേ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, രാമൻ്റെ ബാക്കിലൊരു ചിറക് വെച്ചിട്ടുള്ള പോലത്തെ ഒരു സംഭവമൊക്കെ ആയിട്ട്. അപ്പോഴേക്കും ആൾക്കാർ ഫ്രണ്ടിലെന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാൻ. ചൂടായി
മെയിനായിട്ട് കാണാനുള്ളത് ഈ 3 ഉണ്ട്. ഒന്ന് ശ്രീരാം മന്ദിർ, പിന്നെ ഒന്ന് ഹനുമാൻ മന്ദിർ എന്നുണ്ട്, ഹനുമാൻ ഗാർഹി എന്നാണ് എന്താ പറയുക. പിന്നെ നയാഘാട്ട്, അങ്ങനെ പറഞ്ഞിട്ട് 3 മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഇതിൽ 3 കാണാൻ പറ്റുന്നത് അടുത്ത 5 പിന്നെയും പോയി നോക്കാം. അടുത്ത ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഒക്കെ 11.2 കിലോമീറ്റർ, 11.5, 12.5 ഒക്കെ ഒരേ വഴി തന്നെയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പോയിട്ട് അങ്ങനെ നല്ല ചൂടായി, കണ്ണിക്കടിച്ച് തുടങ്ങി. ശരി, അപ്പോൾ ഞാൻ എന്തായാലും വേഗം എത്താൻ നോക്കട്ടെ. 11 കിലോമീറ്റർ ഉണ്ട്. കാണില്ല, അയോധ്യക്ക് പോണ വഴിയിലുള്ളതാട്ടോ. അത് പണ്ട് പണ്ടത്തെ ഒരു സാധനമാണ്. ഇത് പൊളിഞ്ഞിട്ടൊക്കെ നോക്കിയതൊക്കെ എടുക്കുന്നത് തലേക്ക് വീഴാണാവോ. ഒരു മാർക്കറ്റ് പോലത്തെ വഴിയത്. ഒരു പഴയ സ്ഥലങ്ങളാട്ടോ ഫുള്ള്. भाई इधर राम मंदिर की तरह आपको राम मंदिर आना, आगे जाएंगे तिरहा चौराहा, बस सीधे बड़े भाई। कहाँ से आ रहे हैं? केरला। अरे वाह दोस्त, सीधे जाएंगे 4 किलोमीटर है। हाँ लगी भाई जी राम मंदिर। ജാതിര സൈഡിലെ വഴി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ പോയി നോക്കിയൊക്കെ എന്താ അവസ്ഥ അറിയില്ലല്ലോ. അങ്ങനെ ഇവിടെ എത്തണേക്കാൾ മുന്നായിട്ട് 1 കിലോമീറ്റർ മുന്നായിട്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് നമ്മൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിട്ട് മോളിക്ക് പാർക്കിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതാണ് 1 കിലോമീറ്റർ മുന്നായിട്ട് വരണേ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇടയിൽ അമ്പലങ്ങൾ, പള്ളികൾ ഉണ്ട് കേട്ടോ. കുറേ അമ്പലങ്ങളുണ്ട്. എന്തോരം ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. അവിടെ അടുത്ത് പോയിട്ട് ഗുരുദ്വാര കിട്ടുന്ന പറഞ്ഞേ. ഗുരുദ്വാര നോക്കിയിട്ടാണ് പോണേ. സാധനങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നിട്ട് ഇറങ്ങിയാലും മതിയല്ലോ. ശ്രീരാം ജന്മഭൂമി ഗേറ്റ് നമ്പർ 11. ആ ഇതൊക്കെ അതിൻ്റെ തന്നെയാണോ അങ്ങനെയാണത്? ഇത് അറിയാൻ വേണ്ടിയിട്ടാ. എന്താണെന്നറിയില്ല. ഗേറ്റ് നമ്പർ 11 എന്നുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. കണ്ടില്ല ഇവിടെ വേറെ ചെറുത് അമ്പലം.
അതിൻ്റെ ഉള്ളിലൊക്കെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ പള്ളികൾ അമ്പലങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. പറഞ്ഞ വലിയൊന്നും കണ്ടില്ല. വലിയ നമ്മൾ കയറി വരുമ്പോൾ സ്റ്റാർട്ടിങ് വലിയ ചെറുത് അമ്പലങ്ങളും ചെറുത് തന്നെയാണ് കേട്ടോ. അതിനുള്ളെന്തോ ഉണ്ട്. ഇതാണ്ട് റാം മന്ദിരം ഉള്ളെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വലിയ എന്ത് കാണാൻ പണിയില്ല അവിടെ. നോക്കി നോക്കാൻ എന്താണ്. ഇവിടെ വേറെ ചെറിയ അമ്പലം, റൈറ്റിൽ വേറെ ചെറിയ അമ്പലം. ഇവിടേക്ക് എത്തിയപ്പോൾ തിരക്കായി തുടങ്ങിയില്ല. തിരക്ക് കൂടി തുടങ്ങി. ഹോസ്പിറ്റലുണ്ടത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഇതാണോ നല്ല മക്കളെ തിരക്ക് ഇതിൻ്റെ പേര് പിന്നെ തിരക്കാലൂടെ. ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം. കണ്ടില്ലേ, അവിടെയാണ് സംഭവം. ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അറിയില്ല. അത്ര നേരം മനുഷ്യനായിട്ടില്ലല്ലോ. ഇവരൊക്കെ ഇവിടുന്ന് വന്നപ്പോ പെട്ടെന്ന് വന്നാ കുറച്ച് പേരാണ്ട് ചവിട്ടി നോക്കാം. പെട്ടെന്നൊരു ജനപ്രന്ന് അറിയില്ല. ആകെ തിരക്കായി പെട്ടെന്ന്. എന്ത് പെട്ടെന്ന് തിരക്കാന്ന് വെച്ചാൽ നോക്കി നല്ല തിരക്കുണ്ട്. 5 കിലോ ഇതൊക്കെ അതിൻ്റെ കവാടങ്ങളാണ് കേട്ടോ. റാം മന്ദിറിൻ്റെ ഫോട്ടോ കാണിച്ചായിരുന്നു. ഇതാണ് ഫോട്ടോ, ഇതാണ് രൂപം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നടന്നേ. केरला भाई इधर कोई गुरुद्वारा है? हाँ किधर है? ये हनुमानगढ़ी ऐसे जाइए सीधे। कितना दूर है? 200 मीटर है। हाँ। और उसके बाद में ऐसा हनुमानगढ़ी से ऐसे आप अंदर हो जाइए। रात में स्टे मिल जाएगा? हाँ रहने का स्टे मिल जाएगा? हाँ रहने का समय मिल जाएगा। थोड़ा दक्षिणा अभी नहीं, मैं इधर आएगा। मैं फ्रेश करने के बाद में इधर आएगा। सरयू नदी है, सीधे जाइए सरयू नदी। ये हनुमान मंदिर के साइड में? हाँ ओके। എൻ്റെ പൊന്നോ എന്ത് ചൂടവിടെ എത്തിയപ്പോ. ഒരു വൃത്തിയുടെ ചൂടെന്ന് അറിയില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാ. അമ്പലം എവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാലാണ് മറ്റേ ഹനുമാൻ മന്ദിർ എന്ന് പറഞ്ഞത്. സ്റ്റേ എവിടെയും പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗുരുദ്വാരയിൽ തന്നെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടേ നടന്നിട്ട് വരാം. പിന്നെ അല്ല അത് നടന്നിട്ട് വരാൻ പറ്റില്ല ഇവിടെ. നോക്കണമെന്നില്ല, നേരെ ഓടിച്ചാടി കിടക്കുക. വേറെ കാണാൻ മാത്രം ഫുള്ള് കടകൾ തന്നെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. ബിസിനസ് അങ്ങനെ ഒരു ഗുരുദ്വാര കിട്ടി. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഗുരുദ്വാര കിട്ടിയപ്പോഴേ ഞാൻ അവിടെ പോയിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ച് അവരോട് കാര്യം പറഞ്ഞപ്പോൾ സ്റ്റേ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേ റെഡിയായി. റൂമൊന്നല്ല, ഹാൾ തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് ഇനി തൊട്ടടുത്തുള്ള ഹനുമാൻ മന്ദിർ എന്താണ്, അത് കഴിഞ്ഞിട്ട് രാം മന്ദിർ. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടേക്ക് പോയി നോക്കി നോക്കാം. ഹനുമാൻ മന്ദിർ കാണാൻ പറ്റുമോ നോക്കി നോക്കാം ആദ്യം. എന്താറുണ്ട് അവസ്ഥ അറിയില്ല, നോക്കട്ടെ എന്തായാലും. ഇതേതാണോ മന്ദിർ? നല്ല സ്ഥലമാണ്. ഇവിടെയൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് ചെറിയ ചെറിയ മന്ദിരങ്ങളാട്ടോ. നല്ലത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പടപ്പ് മന്ദിരങ്ങളുണ്ട്. ഹനുമാൻ മന്ദിർ
रेड कलर का रेड कलर है। बहुत जाओ, धीरे धीरे जाओ। हाँ, ये क्या है? ये नहीं, सामने है, धीरे धीरे। ये मंदिर है? हनुमान मंदिर। हाँ, ओके। ढाबा में स्पेशल थाली, चावल, दाल फ्राई, तवा की रोटी, मटर पनीर, आलू मिक्स सब्जी, सलाद, आचार, നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല. घर जैसा साथ ही 12 മണി കഴിഞ്ഞ് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഇന്നിവിടെ നിൽക്കണല്ലോ, നാളെ കാലത്ത് പോകാൻ വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് തന്നെ കണ്ടു തീർക്കാൻ വിചാരിച്ചിട്ടോ. തൽക്കാലം നമുക്ക് ഹനുമാൻ മന്ദിർ കണ്ടിട്ട് വരാം. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനും മറ്റോടത്തേക്ക് പോകാം, അതാവും നല്ലത്. നോക്ക് ഇവിടെ മൊത്തം പറഞ്ഞ സ്വീറ്റ്സിൻ്റെ 5 കളി കേട്ടോ. ഫുള്ള് പേടകൾ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഉണ്ടല്ലേ, ഫുള്ള് പേട ഐറ്റംസ് ആണ്. ഓ, പുറം ചുട്ടൂറിട്ട് വാങ്ങിച്ചിട്ടുണ്ടേ. പുറമൊക്കെ എന്ത് കിട്ടിയിട്ടാ വഴിയൊക്കെ നോക്കി നല്ല സ്ഥലേ. ഇതാണ് ഹനുമാൻ മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൊല്ലം പഴക്കമുള്ളതെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ വന്നിട്ടുള്ള പോലെ തോന്നുന്നു പറഞ്ഞത്. ഇപ്പോൾ കണ്ട പോലെയല്ല, ഒരു ഇതുമില്ലാന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു മന്ദിരമാണെന്ന് പറഞ്ഞു കേട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ട് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല കേട്ടോ ഹനുമാൻ മന്ദിർ എന്ന് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. കാവി കളറുള്ള ഡ്രസ്സുകളാണ്. അയ്യോ, എന്ത് വെയില മക്കളെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ അപ്പുറത്തായിട്ട് കൊണ്ട് മറ്റേ മന്ദിരം വരാൻ നോക്കിയൊക്കെ എന്തായാലും. ഉണ്ടോ ഫുള്ള് പേഡ് ഐറ്റം. ഓ, തണലായതുകൊണ്ട് മക്കളെ. പേടകൾ വെച്ചിട്ടുള്ള നോക്കി നല്ല രസമില്ലാണ്. പിരിമിഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുള്ള് പിരിമിഡ് മുന്തി ഉണക്ക മുന്തിരി വെച്ചിട്ടുള്ള നോക്കി കൂട്ടിട്ട് കൊടുക്കും. ഏതായാലും തള്ളിയിട്ടൊക്കെ പോണേ. ഒരു മറ്റേ ഒന്നുകൊണ്ടി നിറച്ച് ഉണക്കമന്ത്രി കൂട്ടിട്ട് കൊടുത്തോളാം. ഇവിടെ ഉണ്ട് ഹനുമാൻ മന്ദിർ. ഓ, നല്ല തിരക്കാട്ടെ ഇവിടെ. നമുക്ക് അപ്പുറത്തോടെ അടക്കാം. ഹനുമാൻ മന്ദിറിൻ്റെ ഉള്ളിലേക്ക് കയറാടെ തിരക്കണ്ടില്ലേ, എന്ത് തിരക്കാന്ന് നോക്കിയേ, രക്ഷയില്ലാത്ത തിരക്കാട്ടാ. അതിപ്പോൾ നമ്മൾ വന്ന വഴി അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ, വന്ന വഴി നോക്കിക്കണല്ലേ വഴി മറക്കും. അയ്യോ, എന്ത് ചൂടാ. ഓ, എന്ത് തിരക്കാ മക്കളെ അതിൻ്റെ ഉള്ളില്. ഗംഭീര തിരക്കാട്ടെ അതിൻ്റെ ഉള്ളിൽ, ഒരു രക്ഷയില്ലാത്ത തിരക്കാ. നോക്കിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന്. ഞാനേ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കട്ടെ. വീഡിയോ ഒന്നും എടുക്കല് ശരിയാവില്ല അമ്പലത്തിനുള്ളിൽ. നോക്കട്ടെ എന്തായാലും. നമ്മളെ അമ്പലത്തിനുള്ളിൽ കയറി ഇറങ്ങി. എന്ത് തിരക്കെന്ന് പറയുക, അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാണെന്ന് എളുപ്പമില്ല. ഗംഭീര തിരക്കാം, ഒരു രക്ഷയില്ലാന്ന് പറയില്ലേ. ശ്വാസം കിട്ടി തന്നെ വൈകുന്നേരമില്ല. അതേപോലെയാ. അതാണ് 12 മണിക്ക് കയറി 1 മണി വരെ അടച്ചിട്ടു. ആ കിട്ടി പണി അതിൻ്റെ ഉള്ളിൽ വേർത്ത് പിണ്ടി ആയിന്നറിയില്ല, നിലക്കായി. അത് കയറുമ്പോഴുള്ള വീഡിയോ എടുക്കുക, അല്ലാണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ആരും ഫോണിൽ നിന്ന് എടുക്കണമായിരുന്നു. പിന്നെ നല്ല തിരക്കാണ്, നട്ടുവെച്ച നേരല്ലേ. പിന്നെ ഈ കാണുന്ന സാധനങ്ങളില്ലേ, ഇത് ഇവിടെ പ്രസാദമായിട്ട് കൊണ്ടുപോകണതായിട്ട് അമ്പലത്തിക്ക്. ഇത് മൊത്തം അമ്പലത്തിക്ക് പ്രസാദമായിട്ട് കൊടുക്കണതാണിത്. ഞാൻ വിചാരിച്ചു ഇവിടെ എത്രമാത്രം എന്താണെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ കടകളിലൊക്കെ സൈഡിൽ വെറുതെ ആദ്യം അവർ പറയും 100 രൂപ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, 100 രൂപ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇത് പ്രസാദമായിട്ട് കൊണ്ടു കൊടുക്കണതാണ് ഈ സാധനം. ഇനി ഇവിടുന്ന് നേരെ തിരിച്ചിട്ടേ നേരെ റൂമിൽ പോവുക. എന്നിട്ടേ വൈകുന്നേരം ഇറങ്ങാൻ ഞാൻ രാം മന്ദിറിലേക്ക്. നല്ലത് പടാ. എന്ത് വെയിലെന്ന് പറയുക, ഒരു രക്ഷയില്ല മക്കളെ. ഗംഭീര തിരക്കും. ഇപ്പോൾ റൂമിലേക്ക് പോകേണ്ട വഴി ഇവിടുന്ന് ലെഫ്റ്റ് അല്ല, ഇനി കണ്ടോ ഈ നട്ടുവെച്ച് നേരത്തെ ഇറങ്ങാൻ എന്തോരം ആൾക്കാർ വന്നുകൊണ്ടിരിക്കണോ എനിക്ക്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്ടോ വന്നില്ല നടന്നേ. ഇവിടെ വേറൊരു മന്ദിറിൻ്റെ ഒരു ഇത് കണ്ടിട്ട് നടന്നില്ല. അത് എവിടെ ആ കാണണ്ട
അത് നോക്കിയാൽ നല്ല രസമല്ലേ ഇത്? അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നേ. പക്ഷെ അതെങ്ങനെ പോകാന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇവിടുന്ന് വെള്ളമാണ് ടാങ്ക് പറഞ്ഞിട്ട്. എന്നിട്ട് വെള്ളമാണോ നല്ല വെള്ളം പൊട്ട വെള്ളം. എന്നിട്ടൊക്കെയാണോ ഹോട്ടലൊക്കെ നോക്കിയതിൻ്റെ അടിയിൽ പേട ഉണ്ടാക്കണുണ്ടോ? നോക്കി പേട ഉണ്ടാക്കണ എൻ്റെ ഈ പേട ബനാനൊക്കെ അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. ഇവിടെ നേരെ ഗുരുദ്വാരയ്ക്ക് പോട്ടെട്ടാ. അങ്ങനെ നമ്മൾ ടെമ്പിളൊക്കെ കണ്ടിട്ട് വന്നു. നേരെ നല്ല ചൂടാണ്. അപ്പോൾ നേരെ വന്ന് ഗുരുദ്വാരയിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നേരെ ഇതിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങി കഴിഞ്ഞ് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ശരി കേട്ടോ മക്കളെ, ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. എന്താണ് ഞാൻ നിൽക്കണം ഗുരുദ്വാര കണ്ടില്ല, ഭയങ്കര വലുതാണ്.